രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സജ്ജനങ്ങൾക്ക് നമസ്കാരം. ദ്വാരകയിൽ നിന്ന് മടങ്ങിയെത്തിയ അർജുനന്റെ ഭാവഹാവാദികൾ യുധിഷ്ഠിരനെ വല്ലാതെ വിഷമിപ്പിച്ചു. ചിന്ത കലുഷിത മനസ്കനാക്കി. ഇതാണ് നാം 14-ാം അധ്യായത്തിൽ നിന്ന് കണ്ടത്. യുധിഷ്ഠിരൻ ചോദിച്ച നിരവധി ചോദ്യങ്ങൾക്ക് മുമ്പിൽ അർജുനൻ എന്താണ് പറയേണ്ടത് എന്ന വിഷമത്തോടെ നിൽക്കുന്നതായും നാം കണ്ടു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം 15-ാം അധ്യായത്തിലെ പ്രമേയമാണ്. അർജുനന് പെട്ടെന്നൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ല. എന്താണ് ഇതിന് കാരണം? ഏവം കൃഷ്ണസഖ കൃഷ്ണ. അർജുനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ബന്ധം അത് വളരെ വലുതാണ്. എല്ലാ കാര്യത്തിലും ഒരേ നാമധാരികളാണ് ഇരുവരും. രണ്ടുപേർക്കും കൃഷ്ണൻ എന്ന് പേരുണ്ട്. കറുപ്പ് നിറമായതുകൊണ്ട് അർജുനനെയും കൃഷ്ണൻ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അർജുനനാകുന്ന കൃഷ്ണനെ കൃഷ്ണസഖാവ് എന്ന് വിളിച്ചു. കൃഷ്ണന്റെ സ്നേഹിതനായ കൃഷ്ണൻ. യുധിഷ്ഠിര മഹാരാജാവിന്റെ ചോദ്യം കേട്ട് നാശക്നോത് പ്രതിഭാഷിതും, മറുപടി പറയാൻ സാധിച്ചില്ല. കാരണം രണ്ട് കൃഷ്ണന്മാർ ഇപ്പോഴില്ല. ഒരു കൃഷ്ണൻ മാത്രമേ ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ. അത് താനാണ് താനും. തൻ്റെ ആത്മമിത്രമായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പിരിഞ്ഞുപോയതായ വൃത്താന്തമാണ് ജ്യേഷ്ഠനോട് മറുപടിയായി പറയേണ്ടത്. അത് പറയാൻ സാധിക്കാത്ത വിധത്തിലുള്ള കടുത്ത ദുഃഖമാണ് അർജുനൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ തന്നെ ഏതെല്ലാം വിധത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ കാര്യവും ഓരോ സംഭവങ്ങളും ഓർത്തോർത്ത് വിചാരിച്ചുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടിയാണ്, കണ്ഠമിടറിക്കൊണ്ടാണ് അർജുനൻ ജ്യേഷ്ഠന് മറുപടി കൊടുക്കാൻ പുറപ്പെട്ടത്. സൂതൻ പറയുകയാണ്, ഏവം കൃഷ്ണസഖ കൃഷ്ണോ ഭ്രാത്ര രാജ്ഞാ വികൽപ്പിത നാനാശങ്കാസ്പദം രൂപം കൃഷ്ണവിശ്ലേഷകരിച്ചിത ശോകേന ശുഷ്യദ്വദന ഹൃത്സരോജോഹത പ്രഭ വിഭും തമേവാനുധ്യായൻ നാശക്നോത് പ്രതിഭാഷിതും. ഭഗവത് വിരഹ ദുഃഖത്താൽ അവശനായി വാടിയ മുഖത്തോടെ തേജസ്സറ്റവനായി ആ സർവേശ്വരനെ തന്നെ ചിന്തിച്ചുകൊണ്ട് മറുപടി പറയാൻ സാധിക്കാതെ അർജുനൻ വിഷമിച്ചു. കൃച്ഛേണ സംസ്തഭ്യശുച പാണിനാമൃജ്യനേത്രയോ പരോക്ഷേണ സമന്നദ്ധ പ്രണയ ഉത്കണ്ഠ്യകാതര സഖ്യം മൈത്രിയും സൗഹൃദം ച സാരഥ്യാദിഷു സംസ്മരൻ നൃപമഗ്രജമിത്യാഹ ബാഷ്പ ഗദ്ഗദയാ ഗിര. ഇടറിയ കണ്ഠത്തോടെ അർജുനൻ പറയാൻ ആരംഭിച്ചു. വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ യേന മേ അപഹൃതം തേജോ ദേവവിസ്മാപനം മഹത്. മഹാരാജാവേ, ബന്ധുവിന്റെ രൂപത്തിൽ തന്നെ വർത്തിച്ചിരുന്ന ശ്രീകൃഷ്ണനാൽ ഞാൻ വഞ്ചിതനായി.
ദേവന്മാരെയും വിസ്മയിപ്പിക്കാൻ കഴിവുള്ള എന്റെ മഹത്തായ തേജസ് അപഹരിക്കപ്പെട്ടു. യസ്യ ക്ഷണവിയോഗേന ലോകോ ഹ്യപ്രിയദർശന ഉക്തേന രഹിതോ ഹ്യേഷ മൃതക പ്രോച്യതേ യഥാ. ഇതുമുതല് തുടർച്ചയായുള്ള ശ്ലോകങ്ങൾ 13 വരെയുള്ള ശ്ലോകങ്ങളില് അതുവരെ ഏതേത് കാര്യങ്ങളിലൊക്കെ കൃഷ്ണന്റെ സഹായത്താൽ മാത്രം തങ്ങൾക്ക് നേട്ടം കൈവരിക്കാൻ സാധിച്ചുവോ ആ കാര്യങ്ങൾ അർജുനൻ വീണ്ടും വീണ്ടും അനുസ്മരിക്കുന്നു. ദ്രുപദ രാജഗൃഹത്തിലെത്തിയതും മത്സ്യയന്ത്രം ഛേദിച്ചതും അതുപോലെ എതിർക്കാൻ വന്ന രാജാക്കന്മാരെ തോൽപ്പിക്കാൻ സാധിച്ചത് എല്ലാം ഭഗവാന്റെ സഹായത്താലാണ്. ആ രാജാക്കന്മാരുടെ തേജസ് കെടുത്തിയത് ഭഗവാൻ തന്നെ. ജരാസന്ധൻ, ശിശുപാലൻ, കർണൻ തുടങ്ങിയവരൊക്കെ വില്ലെടുത്ത് കുലക്കാൻ ശ്രമിച്ചു. ആ അവസരത്തിൽ അവരുടെ തേജസ് അവരിൽ നിന്ന് അകറ്റി മാറ്റിയത് ഭഗവാൻ കൃഷ്ണനാണ്. എന്നാൽ താൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രച്ഛന്ന വേഷധാരിയായ തന്നെ ബ്രാഹ്മണരുടെ വേഷത്തിലുള്ള പാണ്ഡവരെ മറ്റ് ആരും തിരിച്ചറിയാത്ത അവസരത്തില് ബലരാമന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സമയത്ത് അത് അരക്കില്ലത്തിൽ വെന്തരിഞ്ഞു എന്ന് കരുതുന്ന പാണ്ഡവരാണെന്നും ആ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വില്ലേൻ ഏന്തിയ ആ കറുപ്പ് നിറമുള്ള ആൾ അർജുനനാണ് എന്നും തന്റെ ജ്യേഷ്ഠനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? ഒരു നോട്ടത്താൽ തന്നെ തന്നിലേക്ക് കരുത്തെല്ലാം പകർന്നു തന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് തനിക്ക് ആ രാജകുമാരിയായ പാഞ്ചാലിയെ സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ കൃഷ്ണയെ ലഭിക്കാൻ സഹായിച്ചത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അതുപോലെ ഖാണ്ഡവ ദഹന സമയത്ത് തക്ഷകനെ രക്ഷിക്കണമെന്ന മോഹം കൊണ്ട് ഇന്ദ്രൻ അതിന് മുതിർന്നപ്പോൾ തന്നോടൊപ്പം നിന്ന് ഇന്ദ്രനെ തോൽപ്പിക്കാൻ സഹായിച്ചത് ഭഗവാൻ കൃഷ്ണനാണ്. യുദ്ധത്തിൽ ഇന്ദ്രനെ തോൽപ്പിച്ച് മയന് അഭയം നൽകിയതും ഭഗവാന്റെ സഹായത്തോടെയാണ്. ശരണം പ്രാപിച്ച മയനെ രക്ഷിച്ചതിന് പ്രത്യുപകാരമായി ശില്പഭംഗിയുള്ള ഒരു സഭ മയൻ നിർമ്മിച്ചു കൊടുത്തു. ഇതൊക്കെ ഭഗവാന്റെ സഹായത്തോടു കൂടിയാണ്. ബ്രാഹ്മണ വേഷധാരിയായി ചെന്ന് കൃഷ്ണനും ഭീമനും അർജുനനും കൂടി ജരാസന്ധനോട് യുദ്ധം ദാനമായി ചോദിച്ചു വാങ്ങി. ഭീമന് ജരാസന്ധനെ വധിക്കാനുള്ള ഉപായം കാണിച്ചു കൊടുത്തതും അവിടുന്ന് തന്നെ. അവിടെ തടവിലാക്കപ്പെട്ട അനേകായിരം രാജാക്കന്മാരുടെ രക്ഷയ്ക്കായി എത്തിയത് ആ ഭഗവാന്റെ ലീലയാണ്. സഭയിൽ വെച്ച് അപമാനിതയാക്കാൻ ശ്രമിച്ചവരിൽ നിന്ന് പാഞ്ചാലിയെ രക്ഷിച്ചു. പിന്നീട് അങ്ങയുടെ യാഗത്തിൽ വെച്ച് അഭിഷിക്തയായ അവളുടെ മനോഹരമായ തലമുടി ധൂർത്തന്മാരായ ആരാണോ സ്പർശിച്ചത് അവരുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് അവരുടെ ഭാര്യമാരെ മുടി അഴിച്ചിട്ടവരാക്കി. അതും ആ ഭഗവാന്റെ ലീല തന്നെ. ദുർവാസാവിൽ നിന്ന് ഉണ്ടാകാമായിരുന്ന ശാപം, അത് നിമിത്തം വന്നു ചേരാൻ ഇടയുണ്ടായിരുന്ന ദുർഘടങ്ങൾ
എല്ലാറ്റിൽ നിന്നും ഭഗവാൻ തന്നെയാണ് രക്ഷിച്ചത്. തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ പരമേശ്വരനെ പോലും വിസ്മയിപ്പിക്കുന്ന വിധത്തിൽ കാട്ടാള വേഷധാരിയായ ശ്രീപരമേശ്വരനുമായി യുദ്ധം ചെയ്ത് പാശുപതാസ്ത്രം നേടിയതും, അതുപോലെ ദേവരാജധാനിയിൽ ദേവസദസ്സില് ദേവരാജന്റെ ഇരിപ്പിടത്തില് ഒപ്പം ഇരിക്കാൻ സാധിച്ചതും ഒക്കെ ഭഗവാന്റെ സഹായം കൊണ്ട് മാത്രമാണ്. തേന ഭൂമ്ന, ആ പരിപൂർണനായ പുരുഷനാൽ അഹം അദ്യ, ഞാൻ ഇന്ന് മുഷിത, വഞ്ചിതനായിരിക്കുന്നു. യദ്ബന്ധ കുരുബലാബ്ധിമനന്തപാരമേകോരഥേന തദരേഹമതാര്യസത്വം പ്രത്യാഹൃതം ബഹുധനം ച മയാ പരേഷാം തേജാസ്പദം മണിമയം ച ഹൃതം ശിരോഭ്യാം. യോ ഭീഷ്മകർണ ഗുരുശല്യജമൂഷ്ട്രദഭ്ര രാജന്യവര്യരഥമണ്ഡലമണ്ഡിതാസു അഗ്രേ ചരോ മമ വിഭോ രഥയൂതമാനാമായോർമനാംസി ചദൃശാ സഹ ഓജ ആർച്ചൽ. യദ്ദോഷുമാ പ്രണിഹിതം ഗുരുഭീഷ്മകർണദ്രൗണിത്രികർത്തശലസൈന്ധവബാൽഹികാദ്യൈഃ അസ്ത്രാണ്യമോഘമഹിമാനി നിരൂപിതാനി നോപസ്പൃശൂർഹരിദാസമിവാസുരാണി. ഏകനായിട്ട് കരകാണാത്ത കുരുസൈന്യം കടലിനെ തരണം ചെയ്ത് എതിരാളികളുടെ ശിരസ്സുകളിൽ നിന്ന് പരാക്രമചിഹ്നം പിടിച്ചെടുത്തു. ഭീഷ്മാദികളായ മഹാരഥികളുടെ ആയുസ്സും ചിത്തവൃത്തികളും മനോബലവും അപഹരിച്ചു. ദ്രോണർ, ഭീഷ്മർ, കർണൻ, അശ്വത്ഥാമാവ്, ത്രികർത്തൻ, ബാൽഹികൻ എന്നു തുടങ്ങി മഹാരഥികൾ ചൊരിഞ്ഞ ശരങ്ങളെല്ലാം അസുരാസ്ത്രങ്ങൾ പ്രഹ്ലാദനെ എങ്ങനെയാണോ സ്പർശിക്കാതിരുന്നത് അതുപോലെ തടയപ്പെട്ടു. ഇതിനൊക്കെ യാതൊരു ബന്ധുവിന്റെ സഹായം ലഭിച്ചുവോ ആ മഹാപുരുഷനാൽ ഇപ്പോഴിതാ ഞാൻ വഞ്ചിതനായിരിക്കുന്നു. ആ കൃഷ്ണാർജുനന്മാരുടെ മൈത്രി എത്രത്തോളം ദൃഢമായിരുന്നു എന്ന് 19ാമത്തെ ശ്ലോകത്തിൽ നിന്ന് നമുക്കറിയാൻ കഴിയും. ശയ്യാസനാടന വിഭത്തന ഭോജനാദിഷ്വൈത്യാദ്വയസ്യ ഹൃതവാനി വിപ്രലബ്ധ സഖ്യുസഖേവ പിതൃവത് തനയസ്യ സർവം സേഹേ മഹാൻ മഹിതയാ കുമതേരഘം മേ. കിടപ്പ്, ഇരിപ്പ്, നടത്തം, ചിലപ്പോഴൊക്കെ മേനി പറയല്, ഒന്നിച്ചുള്ള ഭക്ഷണം, ഇവയെല്ലാം ഒത്തിണങ്ങിക്കൊണ്ട് വയസ്യ ഹൃതവാൻ അസി, ചങ്ങാതി താൻ നല്ല നേരുള്ളവനാണ് എന്നും മറ്റും പറഞ്ഞ് കളിയാക്കപ്പെട്ടിരുന്ന ആ മഹാത്മാവ് എന്റെ എല്ലാ തെറ്റിനെയും പുറത്തിരുന്നു. സോഹം നൃപേന്ദ്ര രഹിത പുരുഷോത്തമേന സഖ്യാപ്രിയേണ സുഹൃദാഹൃതേന ശൂന്യ അധ്വന്യൊരു ക്രമപരിഗ്രഹമംഗരക്ഷൻ ഗോപേർ അസദ്ഭിരബലേവ വിനിർജിതോസ്മി. ഭഗവാന്റെ അന്തഃപുരനാരിമാരെ രക്ഷിച്ച് കൊണ്ടുവരവേ വഴിക്ക് വെച്ച് നീചന്മാരായ ചില ഇടയന്മാരാൽ പരാജിതനാക്കപ്പെട്ട കാര്യം ഓർത്ത് അർജുനൻ ഏറെ സങ്കടപ്പെട്ടു. തദ്വൈ ധനുസ്തൈഷവസരഥോ ഹയാസ്തേ സോഹം രഥേ നൃപതയോ യദാനമന്തി സർവം ക്ഷണേന തദഭൂത സതീശരിക്തം വസ്മൻഹുതം കുഹകരാബ്ധം ഇവോത്തമോഷ്യം. കുരുക്ഷേത്ര യുദ്ധത്തില് ഏത് വില്ലാണോ ഉപയോഗിച്ചത് അതേ വില്ലാണ് കയ്യിലുള്ളത്, അതേ ശരങ്ങൾ, അതേ തേര്, അതേ കുതിരകൾ എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും
ആ യാദവ സ്ത്രീകളെ രക്ഷിക്കാൻ കഴിയാതായിപ്പോയ നിമിഷം അതോർത്ത് അർജുനൻ പരിതപിച്ചു. ഇങ്ങനെ വസ്തുത മുഴുവനായി ജ്യേഷ്ഠനായ യുധിഷ്ഠിരനെ അർജുനൻ ധരിപ്പിച്ചു. തുടർന്ന് ദ്വാരകാപുരിയിലെ ബന്ധുജനങ്ങള് ബ്രാഹ്മണ ശാപം കൊണ്ട ബുദ്ധിഭ്രമം ബാധിച്ച് വാരുണി എന്ന മദ്യം പാനം ചെയ്ത് വിക്ഷുബ്ധമായ മനസ്സോടുകൂടി തമ്മിൽ പോരടിച്ച് നശിച്ച കഥയും വിസ്തരിച്ചു. പ്രായേണൈതദ്ഭഗവത ഈശ്വരസ്യ വിചേഷ്ടിതം. ഇങ്ങനെ ജീവജാലങ്ങൾ തല്ലിക്കൊല്ലുന്ന ഈ അവസ്ഥ പ്രായേണ സർവജ്ഞാന ഗുണോപേതനായ ഈശ്വരന്റെ ലീല തന്നെ. ഭഗവാൻ യാദവന്മാരെ കൊണ്ട് മറ്റുള്ളവരെയും യാദവന്മാരെ കൊണ്ട് യാദവന്മാരെ തന്നെയും കൊന്നൊടുക്കിച്ച് ഭൂഭാരം ഇല്ലാതാക്കി തീർത്തു. സൂതൻ തുടർന്ന് പറയുകയാണ്: ഏവം ചിന്തയതോ ജിഷ്ണോ കൃഷ്ണപാദസരോരുഹം സൗഹാർദ്ദേന അതിഗാഠേന ശാന്താസീത് വിമലാമതി. ഇപ്രകാരം അതിഗാഠമായ സൗഹാർദ്ദത്തോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദകമലത്തെ മാത്രം ഓർത്തുകൊണ്ടിരുന്ന അർജുനന്റെ അന്തഃകരണം പരിശുദ്ധമായി തീർന്നു, ശാന്തമായി ഭവിച്ചു. അങ്ങനെ സകല ദുഃഖങ്ങളെയും അകറ്റാൻ അർജുനന് സാധിച്ചു. ഭഗവാനിലേക്ക് മനസ്സ് ആവേശിപ്പിക്കാൻ സാധിച്ചു. ആ സന്ദർഭത്തിലാണ് യുധിഷ്ഠിര മഹാരാജാവ് സ്വപഥായ മതിം ചക്രേ, ഊർധ്വഗതിക്കുള്ള കാര്യങ്ങൾ നിറവേറ്റണം എന്ന് യുധിഷ്ഠിര മഹാരാജാവ് ചിന്തിച്ചു. കുന്തി ദേവിയും ഭഗവാന്റെ നിര്യാണ വാർത്ത കേട്ടിട്ട് തന്റെ പ്രാണനെ ഭഗവാനിൽ ലയിപ്പിച്ചു. ആ അനുഭവം കൂടി ഉണ്ടായപ്പോഴ് ഇനിയുള്ള കാലം കലിയുഗമാണ്, ഇനിയിവിടെ ധർമ്മത്തിന് നിലനിൽപ്പില്ല. യഥാ മുകുന്ദോ ഭഗവാനിമാം മഹിം ജൗ സ്വതന്വാശ്രവണീയ സൽകഥ തദാ ഹരേവാ പ്രതിബുദ്ധചേതസാമധർമ്മഹേതു കലിരന്നവർത്തത. യുധിഷ്ഠിരസ്തത്പരിസർപ്പണം ബുധ പുരേജ രാഷ്ട്രേജ ഗൃഹേ തഥാത്മനി വിഭാവ്യ ലോഭാനതജിഗ്മഹിംസനാദ്യധർമ്മചക്രം ഗമനായ പര്യധാത്. തന്റെ കൊട്ടാരത്തിലും തന്റെ രാഷ്ട്രത്തിലും തന്റെ ഗൃഹത്തിലും തന്നിൽ തന്നെയും ശ്രീകൃഷ്ണന്റെ അന്തർധാനത്തോടുകൂടി അധർമ്മം വ്യാപരിക്കുക തന്നെ ചെയ്തേക്കും, അധർമ്മം ബാധിച്ചേക്കും എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ ഭഗവാനെ മാത്രം ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ആ കലിയെ സന്തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് യുധിഷ്ഠിര മഹാരാജാവ് തന്റെ പൗത്രനായ പരീക്ഷിത്ത് എന്ന രാജകുമാരനെ ഹസ്തിനപുരിയുടെ രാജാവായി അഭിഷേകം ചെയ്ത് മധുരാപുരിയില് വജ്രനാഭൻ എന്നു പേരായ ഭഗവാന്റെ പ്രപൗത്രനെയും വാഴിച്ച് കൃതകൃത്യനായിട്ട് എല്ലാം വിട്ടെറിഞ്ഞു പോകുന്നത്. ദുകൂല വലയാധികം വിസൃജ്യ തന്റെ ആഭരണങ്ങളും തന്റെ വസ്ത്രങ്ങളും ഒക്കെ ഉപേക്ഷിച്ചു. നിർമ്മമോ നിരഹങ്കാര സംഛിന്ന അശേഷബന്ധന. മമത്വവും അഹങ്കാരവും എല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മോക്ഷമാർഗത്തിലേക്ക് തന്നെ ഇതാ പുറപ്പെടുന്നു. യുധിഷ്ഠിരന്റെ ഈ പുറപ്പാട് ഒരു മഹായജ്ഞം തന്നെയാണ് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വാചം ജുഹാവ മനസി
തത്പ്രാണ ഇതരേ ച തം മൃത്യാവപാനം സോത്സർഗം തം പഞ്ചത്വേ ഹ്യജോഹവീത് ത്രിത്വേ ഹുത്വാഥ പഞ്ചത്വം തച്ചൈകത്വേ ജുഹോന്മുനി സർവമാത്മന്യജുഹവീത് ബ്രഹ്മണ്യാത്മാനമവ്യേ. വാക്ക് മനസ്സിൽ ലയിപ്പിച്ചു, മനസ്സ് പ്രാണനിൽ ലയിപ്പിച്ചു, പ്രാണൻ അപാനനിൽ ഹോമിച്ചു, അപാനൻ പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ ലയിപ്പിച്ചു, ആ ശരീരം സത്വ രജസ്തമോ ഗുണങ്ങളിൽ ലയിപ്പിച്ചു, സത്വരജസ്തമോ ഗുണങ്ങള് ഏകത്വമാകുന്ന അവിദ്യയിൽ ലയിപ്പിച്ചു. ആ അവിദ്യ ജീവാത്മാവിൽ ആത്മനി ലയിപ്പിച്ചു. ആ ജീവാത്മാവിനെ അവ്യയ ബ്രഹ്മത്തിലും ലയിപ്പിക്കുന്നതായി ചിന്തിച്ചു. അങ്ങനെ ലയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മോക്ഷത്തിലേക്ക് പ്രയാണം ചെയ്തു. പ്രപഞ്ചം മുഴുവനും സത്യമായി നിലനിൽക്കുന്നതല്ല, നിത്യസത്യമായിട്ട് ഒന്നേ ഉള്ളൂ. സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ എന്ന് ഇതിലൂടെ ബോധ്യപ്പെടുത്തുന്നു. പിന്നീട് അദ്ദേഹം ഒന്നും കണ്ടില്ല. അനവേക്ഷമാണോ നിരകാത ശൃണ്വൻ ബധിരോ യഥാ. ചെവി കേൾക്കാത്തവനെ പോലെയും ഒന്നും കാണാത്തവനെയും പോലെയും ആയിത്തീർന്നു. ഉദീചിം പ്രവിവേശാശാം ഗതപൂർവാം മഹാത്മഭീം. വടക്ക് ഭാഗത്തേക്കാണ് അദ്ദേഹം സഞ്ചരിച്ചത്. ഹിമാലയം ന്യസ്തദണ്ഡ പ്രഹർഷ. തൻ്റെ പൂർവീകരെ പോലെ വടക്ക് ഭാഗത്തേക്കുള്ള യാത്ര തുടർന്നു. ഹിമാലയത്തിലേക്കാണ് അവരെല്ലാം ഹിമാലയത്തിലേക്കാണ് മുമ്പ് പോയിട്ടുള്ളത്. എല്ലാ ദണ്ഡങ്ങളും ന്യസിച്ചു വച്ചിരിക്കുന്ന ഹിമാലയ സാനുക്കളിലേക്ക് അങ്ങനെ യുധിഷ്ഠിരൻ യാത്രയായപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരന്മാരും അതേ രീതി അനുവർത്തിച്ചു. ക്ഷീരവാസസ് ധരിച്ച്, മരവരി ധരിച്ച്, ഭക്ഷണം പാടെ ഉപേക്ഷിച്ച് നിസ്സംഗരായി അവർ യാത്ര തുടർന്നു. പാഞ്ചാലി ദേവി അതിസുന്ദരിയാണ്. ദേവകന്യകകളെപ്പോലെ നിത്യകന്യകയായ പാഞ്ചാലി എന്ന ദിവ്യസ്ത്രീ ഇത്രയും സൗന്ദര്യമൊക്കെ ഉണ്ടായിട്ടും തൻ്റെ ഭർത്താക്കന്മാര് അതിലും മഹത്തരമായ എന്തോ ഒന്നിനെ അന്വേഷിച്ചു പോവുകയാണെന്ന് കരുതി അവരെ അനുഗമിച്ചു. തേ സാധുകൃത സർവാർത്ഥാജ്ഞാത്വാത്യന്തികമാത്മന മനസാ ധാരയാമാസോർ വൈകുണ്ഠചരണാംബുജം. തേ സാധുകൃത സർവാർത്ഥ. അവർ പാണ്ഡവന്മാർ സകല പുരുഷാർത്ഥങ്ങളും വേണ്ടുവിധം നിറവേറ്റപ്പെട്ട തങ്ങൾക്ക് ആത്യന്തികമായി ശരണമായുള്ളത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദകമലങ്ങളാണ് എന്ന് ജ്ഞാത്വ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ തന്നെ ധ്യാനിച്ചു. തദ്ധ്യാനോദ്രിക്തയാ ഭക്ത്യാ വിശുദ്ധദക്ഷിണാ പരേ തസ്മിൻ നാരായണപദേ ഏകാന്തമതയോ ഗതിം. അവാപൂർ ദുരവാപാം തേ അസദ്ഭേർ വിഷയാത്മഭി വിധൂത കൽമഷാസ്ഥാനം വിരജേനാത്മനൈവ ഹി. സാക്ഷാൽ നാരായണനെ തന്നെ ചിത്തശുദ്ധി കൊണ്ട് നേടാനാണ് അവർ ശ്രമിച്ചത്. വിദുരോപി പരിത്യജ്യ പ്രഭാസേ ദേഹമാത്മവൻ കൃഷ്ണാവേശേന തച്ചിത്ത പിതൃഭിः സ്വക്ഷയം യയൗ ദ്രൗപദീ ച തദാജ്ഞായ പദീനാമനവേക്ഷതാം വാസുദേവേ ഭഗവതി ഏകാന്തമതിരാപദം. ആ പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് തന്നെയാണ്, അവിടെ വെച്ച് തന്നെയാണ് വിതുര മഹാശയൻ ആ ഭഗവാനെ തന്നെ ചിത്തത്തിൽ ഉറപ്പിച്ചുകൊണ്ട്
തന്റെ പിതൃലോകത്തിലേക്ക് യമധർമ്മ രാജാവായിട്ട് തിരിച്ചു പോകുന്നത്. പാഞ്ചാലി ദേവിയും ശ്രീകൃഷ്ണ ഭഗവാനിൽ തന്നെ ലയിച്ചു ചേരുകയാണെന്ന് പറയുകയാണ്. ഇങ്ങനെ പഞ്ചപാണ്ഡവന്മാർക്ക്, ശ്രീകൃഷ്ണ ഭക്തന്മാരായിട്ടുള്ള പാണ്ഡവന്മാർക്ക് ഭഗവത് ധ്യാനം കൊണ്ടുണ്ടായിട്ടുള്ളതായ നിരന്തരമായ ഭഗവാനുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് വന്നു ചേർന്നതായ, ഭഗവാനെ എല്ലാ പ്രകാരത്തിലും സേവിച്ചതുകൊണ്ടും സ്നേഹിച്ചതുകൊണ്ടും കൈവരിക്കാൻ സാധിച്ച ജീവിതം, ആ ജീവിതാന്ത്യത്തില് ആ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ഇങ്ങനെ മുക്തി അടയാനായിട്ട് സാധിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. തുടർന്ന് 51-ാമത്തെ ശ്ലോകത്തിൽ ഇതിന്റെ ഫലശ്രുതി കൂടി വിവരിച്ച് ഈ അധ്യായം സമർപ്പിക്കുന്നു. യശ്രദ്ധേതത് ഭഗവത് പ്രിയാണം പാണ്ഡോസുതാനാമിതി സംപ്രയാണം ശൃണോത്യലം സ്വസ്തേനം പവിത്രം ലബ്ധ്വാരോ ഭക്തി ഉപേതി സിദ്ധിം. ആ സമ്യക്കായിട്ടുള്ള പ്രയാണം, ഈശ്വരനിലേക്കുള്ള യാത്രയുടെ കഥ കേവലമായ തീർത്ഥയാത്രയല്ല. ആരാണോ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കുന്നത്, എല്ലാ തരത്തിലുള്ള മംഗളവും ചിത്തശുദ്ധിയും ഉണ്ടായി അങ്ങനെയുള്ളവർ ഹരിയിൽ ഭക്തിയുള്ളവരായി തീരും. ഭക്തിയും അതിലൂടെ സിദ്ധിയും ഉണ്ടാകും എന്ന് ഭഗവാൻ വേദവ്യാസൻ ഇവിടെ സംഗ്രഹിച്ചു പറയുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.